ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റിയിലും അതേപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ MBA കോഴ്സ് 2025-27 അക്കാഡമിക് ഇയറിലോട്ടുള്ള MBA കോഴ്സിന് ഇപ്പോൾ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ MBA കോഴ്സുമായി ബന്ധപ്പെട്ട് എങ്ങനെ അപേക്ഷ നൽകുവാൻ സാധിക്കും, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും, അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വിദ്യാർത്ഥികൾക്ക് തന്നെ സ്വന്തമായിട്ട് അപേക്ഷ നൽകുവാൻ എങ്ങനെ സാധിക്കും എന്നുള്ള ഡീറ്റെയിൽ ഇൻഫർമേഷനാണ്. അപ്പോൾ വിശദമായി വീട്ടിൽ പോകുന്നതിന് എഡ്യൂക്കേഷൻ അഡ്മിൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഉറപ്പെടുത്തണം. ഇപ്പോൾ നിലവിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഈ രണ്ട് യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ MBA കോഴ്സിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ MBA കോഴ്സുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ ഡിഗ്രി കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികൾക്കും, അതായത് നിലവിൽ ഡിഗ്രി ജസ്റ്റ് 50% മാർക്കോടുകൂടെ പാസ്സായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ ഫൈനൽ പരീക്ഷ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ ഈ MBA കോഴ്സിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും മാനേജ്മെൻറ്റ് മേഖലയിൽ, അതായത് ബിസിനസ് മേഖലയിലും കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും വിദേശ രാജ്യങ്ങളായാലും ഏറ്റവും കൂടുതൽ മികച്ച തൊഴിൽ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് MBA എന്ന് പറയുന്നത്. അത് ഏത് മേഖലയാണെങ്കിലും, ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നോൺ ബിസിനസ് ആയിക്കോട്ടെ, മറ്റ് ഏത് മേഖലയിലാണെങ്കിലും ഒരു മാനേജ്മെൻറ്റ് കപ്പാസിറ്റി എന്നുള്ള ഒരു പൊസിഷൻ എല്ലാ മേഖലയിലും വരുന്നത് കൊണ്ട് തന്നെ അതിനൊക്കെ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ ആയിട്ട് വെക്കുന്നത് MBA ആണ്. അതുകൊണ്ട് തന്നെ MBA എന്ന് പറയുന്ന ഒരു കോഴ്സിന് വളരെയധികം പ്രാധാന്യമുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, MBA പോലുള്ള കോഴ്സുകൾ എടുക്കുന്ന സമയത്ത് അത് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എടുക്കുന്നത്, അതേപോലെ അല്ലെങ്കിൽ ഏത് കോളേജിലാണ് എടുക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള കോളേജുകളും, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലും കൂടാതെ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കോളേജസിനുമാണ് ഇപ്പോൾ MBA കോഴ്സിനെ വിളിച്ചുള്ളത്. അപ്പോൾ പരമാവധി അത്തരത്തിലുള്ള വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി തന്നെ വിദ്യാർത്ഥികൾ MBA കോഴ്സ് പഠിക്കുമ്പോൾ അത് ചൂസ് ചെയ്യാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ MBA കോഴ്സുമായി ബന്ധപ്പെട്ട്, അതായത് വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, MBA കോഴ്സിൽ വിദ്യാർത്ഥികൾ ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളാണ്. അവർ ഈ CAMAT അല്ലെങ്കിൽ CMAT അല്ലെങ്കിൽ CAT, ഈ പറഞ്ഞ ഏതെങ്കിലും 3 എക്സാമിൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിട്ടുള്ള നോർമലായിട്ട് എപ്പോഴും എല്ലാ വർഷവും വിദ്യാർത്ഥികൾക്ക് കോമൺ ആയിട്ട് എഴുതുവാൻ സാധിക്കുന്ന എൻട്രൻസ് പരീക്ഷ പോലുള്ള ഒരു നോർമൽ പരീക്ഷയാണ്, ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് CAMAT അല്ലെങ്കിൽ CMAT അല്ലെങ്കിൽ CAT എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു പരീക്ഷ വിദ്യാർത്ഥികൾ മിനിമം സ്കോറോടുകൂടി ജസ്റ്റ് ഒന്ന് ക്വാളിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ നോർമലി ഇത് അറ്റൻഡ് ചെയ്യുന്ന ഏകദേശം എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് CAMAT അല്ലെങ്കിൽ CAT അല്ലെങ്കിൽ CMAT എന്ന് പറയുന്നത്. അത്തരത്തിൽ മിനിമം ഈ ഒരു സ്കോർ ലഭിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ വിളിച്ചിട്ടുള്ള കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് കേരള യൂണിവേഴ്സിറ്റി നോക്കാം. ഈ വീഡിയോയിൽ തന്നെ കേരള യൂണിവേഴ്സിറ്റിയും അതേപോലെ തന്നെ രണ്ടാമതായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, കേരള യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റ് നോട്ട് ചെയ്ത് നോക്കുക. admission.keralauniversity.ac.in എന്നുള്ള വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ MBA അഡ്മിഷൻ ജസ്റ്റ് നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. MBA എന്നുള്ള പേജിലോട്ട് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് MBA ഇൻ IMK, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ കേരള. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒഫീഷ്യൽ പേജിലോട്ട് വരാൻ സാധിക്കും. അവിടെ നമ്മൾ ജസ്റ്റ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എല്ലാ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. നിലവിൽ ശ്രദ്ധിക്കുക, MBA തന്നെ പ്രധാനമായിട്ടും 3 കാറ്റഗറിയിലാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ മാത്രം പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് MBA ജനറൽ വിഭാഗം, MBA ട്രാവൽ ആൻഡ് ടൂറിസം, MBA ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്. ഇപ്പോൾ MBA കോമൺ ആയിട്ട് എല്ലാ മാനേജ്മെൻറ്റിൻ്റെയും ഒരു നോർമലായിട്ടുള്ള MBA ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ജനറൽ ആയിട്ടുള്ള എടുക്കുക. ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നവർ അത് സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ എടുക്കുക. ഇനി മൂന്നാമത്തെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്, ആ ഒരു മേഖലയിൽ പോകുന്നവരാണെങ്കിൽ MBA മൂന്നാമത്തെ കാറ്റഗറി എടുക്കുക. ഇതിൽ തന്നെ കേരള യൂണിവേഴ്സിറ്റി സീറ്റ് നോക്കുക. അതായത് 40 സീറ്റ് ജനറൽ, 40 സീറ്റ് ട്രാവൽ ആൻഡ് ടൂറിസം, 25 സീറ്റ് MBA ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്. ഇതാണ് സീറ്റ് വരുന്നത്. ഇനി സെമസ്റ്റർ ഫീസ് കൂടി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 14,465, അതേപോലെ തന്നെ 26,250, അതേപോലെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്കും 26,250 യൂണിവേഴ്സിറ്റി ഫീസായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നോർമലായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി സെമസ്റ്റർ ഫീസ് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ചെറിയ സെമസ്റ്റർ ഫീസ് കൊടുത്താൽ തന്നെ സ്വാഭാവികമായിട്ടും അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ CAMAT CMAT KAT ഏതെങ്കിലും ഒരു മിനിമം സ്കോർ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം. ഇനി അതേപോലെ തന്നെ അതിനുശേഷം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് ബാക്കിയുള്ള സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ജസ്റ്റ് വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കുന്ന ആ ഒരു ലിങ്ക് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം, ലാസ്റ്റ് ഡേറ്റ് ആണ്, അതായത് കേരള യൂണിവേഴ്സിറ്റിയുടെ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക 15/4/2025 വരെയാണ്. അപ്പോൾ ഏതെങ്കിലും വിദ്യാർത്ഥികൾ MBA കോഴ്സിന് ഇനിയും അപേക്ഷ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ 15/4/2025 വരെ അപേക്ഷ കൊടുത്തിടാം. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഡേറ്റ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക.
അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അതായത് ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് പേഴ്സണൽ ഇൻ്റർവ്യൂവിന് വേണ്ടി യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് വിളിക്കുന്നതായിരിക്കും. അതിൻ്റെ ഡേറ്റ് ശ്രദ്ധിക്കുക, 24/4/2025 അതുപോലെ 25/4/2025 ഈ 2 ദിവസങ്ങളാണ് അപേക്ഷ കൊടുത്ത കാമാറ്റ് അല്ലെങ്കിൽ സിമാറ്റ് അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ഡയറക്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിക്കുന്ന ഡേറ്റ്. അതിനുശേഷം ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനും അതേപോലെ തന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂവിൽ നിന്നും വിദ്യാർത്ഥികളുടെ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും അത് ആ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും 34/2025 അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ്, അതായത് കൗൺസിലിങ്ങിൻ്റെ വിദ്യാർത്ഥികളെ വിളിക്കുന്നത് 7/5/2025. അപ്പോൾ ഇതാണ് പ്രൊസീജിയർ. അപ്പോൾ സ്വാഭാവികമായിട്ടും യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള MBA കോഴ്സിൻ്റെ അഡ്മിഷൻ, അതായത് നിങ്ങളുടെ കാറ്റ് അല്ലെങ്കിൽ സിമാറ്റ് അല്ലെങ്കിൽ കാമാറ്റിൻ്റെ പരീക്ഷയുടെ മാർക്ക്, അതേപോലെ തന്നെ രണ്ടാമതായിട്ട് വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഇൻ്റർവ്യൂ, ജസ്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ, ആ ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് ലഭിക്കുന്ന ഒരു മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അഡ്മിഷന് പോകുന്ന സമയത്ത് കൃത്യമായിട്ടൊരു അവയർനെസ് നിങ്ങൾ ഉണ്ടാക്കിയ ശേഷം മാത്രം നിങ്ങൾ ഈ പറയുന്ന കൗൺസിലിംഗ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധിക്കണം, ഇത്രയും സീറ്റുകൾ ഓൾറെഡി 40 സീറ്റുകൾ ഓൾറെഡി ഈ 2 കാറ്റഗറിയിൽ തന്നെ ഉണ്ട്. ഇനി ഇതിനേക്കാളും സീറ്റുകൾ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള നെയിം, അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അതേപോലെ സെലക്ട് ഫീ കാറ്റഗറി, ജനറൽ ആണ് ജനറൽ, OBC ആണോ CBC, SC ആണ്, അത് ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇമെയിൽ ID കറക്റ്റ് കൊടുക്കുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുത്ത് നിങ്ങൾ ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങളുടെ ആപ്ലിക്കേഷൻ കഴിഞ്ഞു. അതിനുശേഷം നിങ്ങളുടെ വീണ്ടും ലോഗിൻ ചെയ്ത് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ജസ്റ്റ് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് പിന്നീട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും കേരള യൂണിവേഴ്സിറ്റിയുടെ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക 15/4/2024 വരെയാണ്. അതിനുശേഷം അപേക്ഷ കൃത്യമായിട്ട് കൊടുത്ത വിദ്യാർത്ഥികളുടെ കൗൺസിലിംഗ്, അതായത് ഇൻ്റർവ്യൂ ഉൾപ്പെടെ ഡേറ്റ് കൂടി വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഓർമ്മിക്കാൻ വേണ്ടി ജസ്റ്റ് ഇൻഫോം ചെയ്യണം. ഇനി അടുത്ത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൂടി നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ MBA അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് നോട്ട് ചെയ്ത് നോക്കുക. admission.uoc.ac.in, അതായത് ഈ ഒരു ഡയറക്റ്റ് വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഹോം പേജിലാണ് നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കുക. ഇപ്പോൾ ഈ ഒരു ഹോം പേജിൽ ഏറ്റവും മുകളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് MBA 2025 അപ്ലൈ ചെയ്യാവുന്ന ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് MBAയുടെ പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അവിടെ ജസ്റ്റ് ഒരു പ്രോസ്പെക്ട്സ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള ആപ്ലിക്കേഷൻ പേജിലോട്ട് വരാം. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 10/4/2025 വരെയാണ് ടൈമുള്ളത്. എല്ലാ യൂണിവേഴ്സിറ്റിയും ഒരേ റൂൾ തന്നെ, കാമാറ്റ് അല്ലെങ്കിൽ കാറ്റ് അല്ലെങ്കിൽ സിമാറ്റ് ആണ്. അതേപോലെ തന്നെ അഡ്മിഷൻ്റെ പ്രൊസീജിയർ നിങ്ങളുടെ കാമാറ്റിൽ ലഭിച്ച മാർക്ക് അല്ലെങ്കിൽ സിമാറ്റിൽ ലഭിച്ച മാർക്ക്, അതൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ പേഴ്സണൽ ഇൻ്റർവ്യൂ, ഇതാണ് നിങ്ങളുടെ സെലക്ഷൻ ക്രൈറ്റീരിയ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾക്ക് ഈ ഒരു പ്രോസസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു 50% മാർക്കോട് ഡിഗ്രി പാസ്സായിട്ടില്ല അല്ലെങ്കിൽ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള പ്രധാനപ്പെട്ട MBA ഇപ്പോൾ കോഴ്സ് വിളിച്ചിട്ടുള്ള കോളേജിൽ നോക്കാം. അതായത് ജസ്റ്റ് ഫസ്റ്റ് ലിസ്റ്റ് ഓഫ് അൺഎയ്ഡ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് MBA. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ പ്രധാനപ്പെട്ട സെൽഫ് ഫിനാൻസിങ് കോളേജസ് MBA പ്രൊവൈഡ് ചെയ്യുന്നത് ഏകദേശം 11 കോളേജുകളുണ്ട്. അവിടെ തന്നെ ഓരോ കോളേജിലും 60, 120, അതേപോലെ തന്നെ 30, 60, 120 തന്നെ എല്ലാ കോളേജിലും സീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ശ്രദ്ധിക്കുക, ലിസ്റ്റ് ഓഫ് സെൻറ്റേഴ്സ് ഓഫ് സ്കൂൾ മാനേജ്മെൻറ്റ് സ്റ്റഡീസ്. അപ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് അത് ഡയറക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലൊക്കെ വരുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. ഒന്നാമത്തത് SMS കാലിക്കറ്റ് 40 സീറ്റ്. അത്തരത്തിൽ ഏകദേശം 6 സ്ഥാപനങ്ങളാണ്. അവിടെയും ഏകദേശം 40 സീറ്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കോളേജുകൾ, അതായത് 11, 6, 17 സ്ഥാപനങ്ങളായിട്ട് 120 വരെ സീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, മാനേജ്മെൻറ്റ് സീറ്റിലോട്ട് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഈ പറയുന്ന MBA രജിസ്ട്രേഷൻ നിർബന്ധമായും ചെയ്തു വെച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ MBA കോഴ്സുമായി ബന്ധപ്പെട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ബാക്കിലോട്ട് വന്ന് MBA 2025 അപ്ലൈ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രജിസ്ട്രേഷൻ ലിങ്ക്. ആ രജിസ്ട്രേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നാമതായിട്ട് നിങ്ങളുടെ നെയിം, ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ക്യാപ്പേഡും സെക്യൂരിറ്റി കീയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം, വീണ്ടും പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോ 40 KB സൈസിൽ അപ്ലോഡ് ചെയ്യുക. അതേപോലെ പേഴ്സണലായിട്ട് ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ്, അതേപോലെ ഏതാണ് MBA പ്രോഗ്രാം, ഏതാണ് കോളേജ്, അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ആപ്ലിക്കേഷൻ ഫൈനലൈസ് ചെയ്യുന്നു, ഫീസ് അടക്കുന്നു, ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുന്നു. ഇത്രയും സ്റ്റെപ്പുകളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും അപേക്ഷയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. നോർമലായിട്ട് വിദ്യാർത്ഥികൾക്ക് തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷൻ പ്രൊസീജിയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ഈ രീതിയിൽ മൊബൈൽ നമ്പറും അതുപോലെ കോഴ്സും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് OTP നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ OTP വെച്ചിട്ട് സെക്യൂരിറ്റി കീയും അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്യാപ്പേഡും നിങ്ങളുടെ ഫോണിൽ ലഭിക്കും. ആ ക്യാപ്പേഡും സെക്യൂരിറ്റി കീയും വെച്ച് ലോഗിൻ ചെയ്ത് ബാക്കിയുള്ള ഡാറ്റാസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് MBA കോഴ്സുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് അതേപോലെ കേരള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ജസ്റ്റ് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും
വിദ്യാർത്ഥികൾക്കും MBA കോഴ്സ് വളരെ പ്രധാനപ്പെട്ട കാലിക്കറ്റ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി എല്ലാ അപ്ഡേറ്റ്സുകളും പരമാവധി നമ്മുടെ ചാനലിൽ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. കൂടാതെ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റികളിലും 2025-26 അക്കാഡമിക് ഇയറുള്ള വിവിധ കോഴ്സുകൾ സംബന്ധമായിട്ടുള്ള അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായി ലഭിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.